ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ്. വോട്ടായതുകൊണ്ട് തന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു 8:30 ആയപ്പോഴത്തേന് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് വോട്ട് ചെയ്യാനായിട്ട്. എൻ്റെ കൂടെ എൻ്റെ കസിനും മോളും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ പോരേണ്ടതാണല്ലോ. അപ്പോൾ ബിച്ചിൻ്റെ കൂടെ മഞ്ചേരി വരെ പോയിട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബസ്സിനാണ് പോയത്. രണ്ടുപേർക്കും ഒരേ വഴി ആയതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളുടെ സ്ഥലത്തെത്തിയപ്പോൾ അവൾ ഇറങ്ങി, പിന്നെ ഞാൻ തിരുവാലി ഇറങ്ങി കേട്ടോ. എൻ്റെ കൂട്ടാനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിനി. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ മീനൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അതെല്ലാം വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതാ നീണ്ട വരി. അങ്ങനെ വരി നിന്ന് ലാസ്റ്റ് ഞാനിതാ വോട്ടൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ വീട്ടിൽ കയറി ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഉപ്പയാണ് ആക്കി തരുന്നത്, കൂടെ കസിൻ്റെ മോളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് വീട്ടിലെത്തിയപ്പോൾ അതാ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കയ്യിൽ. നിയമോള് ഞങ്ങളെ കണ്ടോടി വന്നതാണ്. നിയമോളെ കൂട്ടാതെയാണല്ലോ ഞാൻ പോയിനത്. ഞാൻ പോകുന്ന ടൈമിൽ ഓള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ മദ്രസെല്ലാം കുട്ടിയോണ്ട് തന്നെ വോട്ടെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കസിൻ്റെ മോളെ ഓല വീട്ടിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ അതാ ബ്രദറിൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടോ. എല്ലാവരും ഇവിടെ ആയിരുന്നു. ബിച്ചിന്ന് വൈകുന്നേരം സൗദിക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എല്ലാവർക്കും ഇവിടെ ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ തിരുവാലയിൽ നിന്ന് കഴിച്ച് പോകുന്നതാണെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പോൾ കൂട്ടത്തിൽ കൂടെ ഞാനും ഇരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ സൗണ്ടൊന്നും കേൾക്കാത്തപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ ദാ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. അതിന്മേൽ കൂടിയിട്ടുണ്ട് എല്ലാവരും. പിന്നെ ഓന് കൊണ്ടുപോകാനുള്ള അച്ചാറും ബീഫൊക്കെ ദാ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം വീട്ടിൽ പോയി കിടന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. ആ ഒരു സമയത്ത് നാത്തുമാരൊക്കെ ദാ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിനി കേട്ടോ. ഉച്ച ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ഇനി. പിന്നെ പെട്ടി കെട്ടാനായിട്ട് ദാ ഹെളാപ്പയും മൂത്താപ്പാൻ്റെ മോനും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടി തൂക്കാനായിട്ട് വെയിറ്റ് നോക്കാൻ കൊണ്ടുവന്നാൽ അതിന്മേൽ എല്ലാവരും കയറിയിട്ട് ഇത് അവരുടെ വെയിറ്റ് നോക്കണം. പിന്നെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പോകാൻ വേണ്ടിയിട്ട് ടൈമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇറങ്ങി.